ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കരുതകൃഷ്ണൻ. ഇന്ന് തിരക്കാണ് ഞാൻ, എന്നാലും ഞാൻ ഇപ്പോൾ ഓണത്തിന് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുകയും അപ്പോൾ അതൊന്നൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് ഇന്ന് ഇപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ബാങ്കിൽ കുറച്ച് ഓർണമെൻറ്റ്സ് കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഇനിയിപ്പോൾ കുറച്ച് കൊണ്ടുപോയാൽ മതി. ഇത്രയും ദിവസം വരെയൊക്കെ ഓരോരോ സ്ഥലത്തൊക്കെ ഒത്തിരി ഐറ്റംസ് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇടാനായിട്ട് എനിക്ക് സമയം കിട്ടാനത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു അല്ലേ, ഇത് നമ്മളിതിങ്ങനെ വാങ്ങിയതാണ്. ഇങ്ങനത്തെ ഒരു റൗണ്ട് പീസുകൾ ഇങ്ങനത്തെ ഇത് വാങ്ങിയിട്ട് നമ്മൾ ഇതേപോലെ ഇരിക്കട്ടെ റൗണ്ട്. എന്നിട്ട് ഇതേപോലെ കോർത്ത് ടങ്കീസിൻ്റെ അങ്ങനത്തെ ഒരു ടങ്കീസിൻ്റെ ഇത് വാങ്ങിക്കണം. ഇങ്ങനെ വരികണതാണ്. ഞാൻ പയ്യനെ പറഞ്ഞത് വേറെ ഒന്നുമല്ല, കൊച്ചുമോള് കിടന്ന് ഉറങ്ങുകയാണ്. അവൾ എൻ്റെ പണികളൊന്നും ചെയ്യാൻ അപ്പോൾ നമ്മൾ ഉറങ്ങാനായിട്ട് ഇത്തിരി വൈകി. അപ്പം ഞാൻ എൻ്റെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകേണ്ട സമയമാണ്. പക്ഷേ ഇത്രയായിട്ട് നേരമായിട്ടായിട്ടില്ല. ഞാൻ അധികം സൗകര്യം ഉണ്ടാക്കാണ്ട് ചേട്ടൻ ഭക്ഷണം കഴിക്കാണ്ട് ഇപ്പം ചേട്ടൻ അധികം ചപ്പങ്ങൾ ഒഴിക്കാണ്ട് തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ ഭക്ഷണം കൊടുത്തിട്ട് ചെറിയൊരു അനുക്കനായിട്ട് അങ്ങനത്തെ അപ്പം ഇതല്ല ഇത്രയും കോർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഓണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് കോർത്ത് ബ്രേസ്ലെറ്റ് ആയിട്ട് ഇങ്ങനെ കയ്യിൽ ഇതാണ് ഇങ്ങനത്തെ ഇതിനൊക്കെ ഒരു പാക്കറ്റായിട്ട് പല കളറിൽ ഈ കളറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് നമുക്ക് ഇങ്ങനത്തെ മോഡൽ നമുക്ക് എല്ലാ കളറും നമുക്ക് ചേർത്തുണ്ടാക്കാം. പക്ഷെ ഇതൊക്കെ ഞാൻ നേരത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയപ്പോൾ തീർന്നു. അങ്ങനെ ഇതും ഒരു 3 ബാക്കി ഒരു വെള്ളി 4 ബാക്കി ഈ കളറിൽ 4 ഉണ്ടാക്കുന്നുണ്ട്. റോസ് ഇത്രയും കളർ നോക്കുന്നുണ്ട്. അപ്പം അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടിട്ട് ഓണത്തിന് നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടാണ് എന്തെങ്കിലും ഇതിൻ്റെ ഹെയർ ബാൻഡ് എടുത്തിട്ട് ആദ്യം ഞാൻ 9 എണ്ണം ഇങ്ങനെ 9 എണ്ണം എണ്ണി ഇതേപോലെ 9 എണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. ഇത് 9 എണ്ണം ഇട്ടേക്കണം. 10 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണം ഇടാം. 9 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 എണ്ണം ഇട്ട് 9 എണ്ണം ഒരെണ്ണം കൂടി ഇട്ട് എന്നിട്ട് റോസ് ചേർക്കാം. ഇതേപോലെ 9 എണ്ണം ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഐറ്റംസ് ഞാൻ കാണിച്ചു ഇത്തിരി ഉള്ളൂ. അധികം എടുത്തിട്ട് അധികം എല്ലാം കൊടുത്ത് തീർന്നു. ഇന്നലത്തോളം തീർന്നു. അപ്പം ഇതിന് കുറച്ച് പേരുകൾ ഓർഡർ കൊണ്ടുപോകുന്നത് സ്കൂളുകളിൽ, ബാങ്കുകളിൽ അങ്ങനെയൊക്കെയാണ്. അവിടെയൊക്കെ നല്ല സെയിൽ ഓണം ഇതൊക്കെ ഒരു വാങ്ങി കെട്ടിയെടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓണം സ്പെല്ലിങ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഓണം എന്ന സ്പെല്ലിങ് വേണമെങ്കിൽ ഇതിനകത്ത് സ്പെല്ലിങ് ഒത്തിരി നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം.
കിട്ടിയില്ല. അത് കാരണം നമ്മൾ നിർത്തി. ഉണ്ടാ ഇതേ ഇത്രയും കോർത്ത് നിന്ന് ഒരു കൈക്ക് ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ ഇത് 10 പിന്നെ പൂ 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് നമ്മൾ കെട്ടണായിട്ട് ഇത് പോകാൻ സമയമായത്. അപ്പോൾ ഇത് വെട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് വെട്ടണം. വെട്ടിയിട്ട് ഇതേപോലെ ഒരു ബ്രേസ്ലെറ്റ് എടുക്കും. ഇതേപോലത്തെ നീല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇത് 10 ഇല്ല, 2 4 6 8 അപ്പോൾ ഇത് 8 ഉള്ളപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് ഇത്തിരി കൂടുതലിടണം. ഇതുണ്ട്, ഇത് ഇത്തിരി കൂടുതലായിട്ട് നീളത്തിൽ. ഇത് 9 ഇട്ടത്. അപ്പോൾ ഒരു 15 ഒക്കെ ഇട്ടിടണം. ഇത് 2 4 6 2 4 6 8 ഇത് നമുക്ക് കുറച്ച് കുറവാണ്. ഇന്ന് പോയി എടുക്കാൻ നേരമില്ല. എനിക്ക് പോയി എടുക്കാനായിട്ട് നേരമില്ല. അപ്പോൾ ഇന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് വെട്ടണം. എഴുതിയേക്കും. അതുകൊണ്ടാണ് മാല. പിന്നെ ഇത് പാദസരം ചെറിയ കുട്ടികൾക്കുള്ള വാസരം, വലിയ വാസരം. പിന്നെ നമ്മുടെ വള. ഇത് എല്ലാവർക്കും ഇഷ്ടം. ഇത് കുറേ പോയിട്ടുണ്ട് നമുക്ക്. ഇത് മറ്റേ നമ്മുടെ ഓണത്തിൻ്റെ ഞാൻ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത്. അത് അങ്ങനത്തെ ഒരു 4 വെള്ള 3 ചുമപ്പ് 2. പിന്നെ നേരത്തെ നമ്മ ഉണ്ടാക്കിയിട്ടില്ലേ ഈ മാല, അത് 2 കളർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ത്രെഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്. പിന്നെ കുറച്ച്